എന്റെ ദൈവമേ, ഞാൻ എന്റെ വേദന ആരോട് പറയും? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കെന്റെ ജേട്ടനെ മറക്കാൻ പറ്റില്ല. എന്റെ ജേട്ടനൊന്നും വരുത്തരുതേ ഭഗവാനെ. കൈമൾ സാറേ, വിഷമിക്കാതിരിക്കെ. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സാ ജയറാമനെ ചികിത്സിക്കുന്നത്. ഒന്നും വരില്ല. വെള്ളം പോലും കുടിക്കാതെ എങ്ങനെ ഇരുന്നാലോ? ഞാനൊരു കാപ്പി വാങ്ങിച്ചോണ്ട് വരട്ടെ? ഇപ്പൊ വേണ്ട. മീനാക്ഷി, നീ ഇങ്ങനെ കരയാതെ മീനാക്ഷി. വല്യമാവന് ഒന്നും ഉണ്ടാവില്ല, ഒരു ആപത്തും ഉണ്ടാവില്ല. എന്റെ അച്ഛൻ മുത്തച്ഛനെ കണ്ടോ? അദ്ദേഹത്തിന്റെ മുഖം കണ്ടോ? നിന്റെ അച്ഛന്റെ അച്ഛനാ ആയിരിക്കുന്നത്. ആ ചുണ്ടനങ്ങുന്നുണ്ടോ? പ്രാർത്ഥിക്കുക. വളരെ കോൺഫിഡൻസോടുകൂടിയ മുത്തച്ഛനെ ഇരിക്കുന്നത്. സ്വന്തം മകന് ഒന്നും വരില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെ. ദൈവമേ കണ്ടോ? ആ ചുണ്ടുകളും അനങ്ങുന്നുണ്ട്. പ്രാർത്ഥിക്കുക. അതുപോലെ നീയും നിന്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ അച്ഛനൊന്നും വരില്ല. എല്ലാരും പറയുന്നത് കേട്ടിട്ടില്ലേ? ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അപ്പോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവും. എന്റെ മീനാക്ഷിയല്ലേ, വിഷമിക്കാതിരിക്കുക. എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ വരും. മീനാക്ഷി, സമാധാനിക്കുക. രാമേട്ടാ, ഇതൊന്ന് ഡോക്ടേഴ്സ് ഒന്ന് പുറത്തോട്ട് വരാത്തത്? അതോ അവരെല്ലാം ലിഫ്റ്റ് വഴി പോയോ? ഒന്നും അറിയില്ലല്ലോ. ഓപ്പറേഷൻ കഴിയാൻ സമയമായിട്ടില്ല. ഡോക്ടർ, എന്തായി ഡോക്ടർ? ഓപ്പറേഷൻ സക്സസ്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. പക്ഷേ 24 മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അതുവരെ പേഷ്യൻറ്റിനെ കാണാൻ കഴിയില്ല. അല്പം കഴിഞ്ഞ് പേഷ്യൻറ്റിനെ ICUലേക്ക് മാറ്റും. എനിക്ക് അച്ഛനെ കാണണം. ഡോണ്ട് വറി, ICUലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ICUയിൽ കയറാം. മോളല്ലേ, മോള് കയറിക്കോളൂ. താങ്ക് യു ഡോക്ടർ. ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട്
നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഓ ഈശ്വര. കുഞ്ഞമ്മാവ, എന്താ മോനെ? മുത്തശ്ശനെയും അച്ഛനെയും ദേവമ്മയും കൂട്ടി വീട്ടിലേക്ക് വയ്ക്കോ. ഞാനിവിടെ നിന്നോളാം മോനെ. അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. എന്നോട് വീട്ടിലേക്ക് പോവാൻ നിർബന്ധിക്കരുത് ACP. അപ്പോ കുഞ്ഞോ? കുഞ്ഞിനെ ഞാൻ ഇവിടെ നോക്കിക്കോളാം. അത് ശരിയാവില്ല മോളെ, ഇതൊരു ഹോസ്പിറ്റലല്ലേ. അല്ല, ഞാനും കൂടെ ഇവിടെ നിൽക്കാം. അപ്പൊ കുഞ്ഞിനെ നോക്കാമല്ലോ. അതൊന്നും വേണ്ട. വീട്ടില് മുത്തശ്ശി തനിച്ച. എല്ലാരും പൊയ്ക്കോ. ദേവമ്മ കുഞ്ഞിനെയും കൊണ്ട് പൊയ്ക്കോ. തൽക്കാലം ഞാനും മീനാക്ഷി ഇവിടെ നിൽക്കാം. അത് മതി. ഗിരി, ദാ അവിടെ നിർത്തുവോ? കരുണാമയ്യായ എന്റെ മാതാവേ, ചേട്ടനെ കാത്തോണേ. അമ്മേ, എന്റെ ദേവി, മഹാമായ, എന്റെ പൊന്നമ്മ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. അവനൊരാപത്തും വരുത്തല്ലേ. എന്റെ തെറ്റുകളെല്ലാം പുറത്ത് എന്റെ മകനെ എനിക്ക് തിരിച്ചു തരണേ. അമ്മേ, ദേവി, മഹാമായ.
പാവം നന്ദിനി തന്നെ വലിച്ചെറിഞ്ഞിട്ട് മറ്റൊരു പെണ്ണിൻ്റെ പിറകെ പോയ ആളാണെങ്കിലും ജയറാമിനെ നന്ദിനി മറന്നില്ല. അയാളോട് ഒരു വെറുപ്പുമില്ല. ദാ. ഡോക്ടർ, പറയൂ. ഇപ്പൊ എന്റെ അച്ഛന് ഒന്നും പറയാറായിട്ടില്ല. ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി റബ്ബുൽ ആലമിനായ തമ്പുരാൻ അല്ലാഹു നിങ്ങളെല്ലാവരും ഒഴുക്കുന്ന കണ്ണീരും പ്രാർത്ഥനയും പടച്ചോൻ കാണാതെ പോവില്ല. ധൈര്യമായിരുന്നുള്ളൂ. അമ്മയോടെ അച്ഛാ? ആ മുറിയിലെങ്ങാനും കാണും. ഞാൻ നോക്കാൻ പോയില്ല. എന്തായാലും അമ്മയുടെ മനസ്സിത്ര കരിങ്കല്ലാണെന്ന് ഞാൻ കരുതിയില്ല. മനുഷ്യൻ ഇത്രയ്ക്ക് വാശിയും വൈരാഗ്യമൊക്കെ വേണോ അച്ഛാ? എന്തിനാ ഇത്ര പിടിവാശി? എന്തായാലും അമ്മ പ്രസവിച്ച അമ്മയുടെ മൂത്ത മകനല്ലേ വലിയേട്ടൻ? അത് പ്രസവിച്ചവൾക്ക് കൂടി തോന്നണ്ടേ മോനെ? കഷ്ടം. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ഇതുവരെ അഭിമാനം കൊണ്ടിട്ടേ ഉള്ളൂ. അമ്മയെന്ന് പറഞ്ഞാ എനിക്കെന്റെ ദൈവമാണ്. പക്ഷേ ഇപ്പോ ആ വിഗ്രഹത്തിന്റെ തിളക്കമൊന്നും മങ്ങിയിരിക്കുന്നു. ഭാര്യയോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് മക്കളോടോ മരുമക്കളോടോ പറയാതെ നേരിട്ട് മാത്രം പറയുന്ന ആളാ ഞാൻ. പക്ഷേ ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ. സ്വന്തം മകനോട് അവളീ കാണിക്കുന്നത് ക്രൂരതയാണ്. എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. മഹാപരാധങ്ങളൊന്നും അവൻ ചെയ്തിട്ടില്ല. ഇരിക്കപ്പിണ്ടം വെച്ച് പുറത്താക്കിയതുകൊണ്ടാണ് അവൻ അമ്മയെയോ അച്ഛനെയോ കൂടപ്പിറപ്പുകളെയോ കാണാൻ ഈ വീട്ടിൽ കയറാതിരുന്നത്. അല്ലാതെ മനഃപൂർവ്വമല്ല. 5 മിനിറ്റിൽ കൂടുതൽ ഭാര്യയോട് പിണക്കം സൂക്ഷിക്കാത്ത ആളാ ഞാൻ. പക്ഷേ ഇക്കാര്യത്തിൽ രാജലക്ഷ്മിയോട് എനിക്ക് പിണങ്ങാതിരിക്കാൻ വയ്യ. എല്ലാവരും മാനസികയോട് തകർന്നിരിക്കുക. ഈ അവസ്ഥയിൽ അച്ഛനിനി അമ്മയോടൊരു തർക്കമൊന്നും വേണ്ട. അമ്മയ്ക്ക് നല്ല വിഷമമുള്ളതല്ലേ? അമ്മ തന്നെ ചിന്തിക്കട്ടെ. അച്ഛനും അമ്മയ്ക്കും മരുന്നൊക്കെ കഴിക്കേണ്ടതാ. നീ വല്ല കഞ്ഞിയോ മറ്റോ ഉണ്ടാക്കിയിട്ടുണ്ടോടി? ഉണ്ട്.
കഞ്ഞി മാത്രമല്ല ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയേട്ടനിപ്പോ എങ്ങനെ ഇരിക്കുന്നു ജഗദീഷേട്ടാ? ഇത് ഒരു ഔപചാരികതയോ അതോ ആത്മാർത്ഥമായിട്ട് ചോദിച്ചതോ? ഇതെന്താ ജഗദീഷേട്ടാ ഇങ്ങനെ? നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാവടി. ഈ വീട്ടിലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറ്റിയാൽ മനസ്സാ ആഘോഷിക്കുന്ന ഒരു സ്വഭാവം. അതൊക്കെ ജഗദീഷേട്ടന്റെ തെറ്റായ ധാരണയാ. വേണ്ട വേണ്ട, വിശദീകരണം ഒന്നും വേണ്ട. വേണ്ട, കൂടുതലൊന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നോക്കണ്ട. അങ്ങേരുടെ ചേട്ടനാ, നമുക്കെന്ത് കാര്യം? എന്റെ വലിയേട്ടൻ ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു വരും. നീ എന്താടി മത്തങ്കണത്തിലെ നോക്കൂത്തിയ പോലെ ഇങ്ങനെ നിൽക്കുന്നത്? അമ്മയെ അച്ഛനെ വിളിച്ച് ആഹാരം കൊടുക്കാൻ നോക്കടി. ഞാൻ അമ്മയെ വിളിക്കട്ടെ. ആ പോയി വിളിക്ക്. അമ്മയെ മുറിക്കകത്ത് കാണാനില്ലല്ലോ. പിന്നെ പിന്നെ എവിടെ പോയി? വാ. കാണുന്നില്ലേ? ഇല്ല, അവളൊന്നും കാണുന്നില്ല. പിന്നെ ഇവളിത് എവിടെ പോയി? ഇനി വല്യേട്ടനെ കാണാൻ ഹോസ്പിറ്റലിലോട്ട് പോയോ? ജഗദീഷേട്ടാ, അമ്മയല്ലേ ഇതേ വരുന്നേ? രാജലക്ഷ്മി ഇത് എവിടെ പോയിരുന്നു? ഞങ്ങളൊക്കെ അങ്ങ് ഭയന്നുപോയി. എന്താ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോയെന്ന് എല്ലാരും കരുതിയോ? അങ്ങനെയൊന്നും രാജലക്ഷ്മി മരിക്കില്ല. കനുവിനെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചുമൊക്കെ വല്ലാതെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. മനസാക്ഷി വേണമെന്നും എല്ലാവരോടും ഉപദേശിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, അതൊന്നും ഇവിടെ പ്രവൃത്തിയിൽ കാണാനില്ല. എനിക്ക് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് എന്റെ ജീവിതം. മരണത്തിനും ജീവിതത്തിനിടയിലുള്ള നൂൽപാലത്തിലെ എന്റെ വലിയേട്ടൻ. അമ്മ പ്രസവിച്ചാടുന്നതാണ് എന്റെ ധാരണ. എന്താടാ കളിയാക്കുകയാണോ? കാര്യം പറഞ്ഞതാ. ഇതുവരെ അമ്മയുടെ മുഖത്ത് നോക്കിയൊരു ധിക്കാരം ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയേണ്ടി വന്നു. ക്ഷമിച്ചേക്ക്. 24 മണിക്കൂർ കഴിഞ്ഞേ എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നിനക്കൊരു സങ്കടവുമില്ല രാജലക്ഷ്മി? അവൻ നിന്റെ മകൻ തന്നെയല്ലേ? അവനില്ലാത്ത ലോകത്ത് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? അവനില്ലാതെ 19 കൊല്ലം ഞാൻ ജീവിച്ചില്ലേ? ഇനി അങ്ങനെ തന്നെ ജീവിക്കും.